ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ ആ സ്റ്റോറി ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് ഒന്ന് പണ്ഡിറ്റ് രാംദയാൽ, അദ്ദേഹം കമൽഗഞ്ച് ബിൽഡിംഗ് का മാലിക് है. പിന്നെ കമൽകാന്ത്, അദ്ദേഹത്തിന്റെ ഉൻകാ ബേട്ട. അതുപോലെ പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ആരാണ്? കരീമുള്ള, മിർസ ഇർഷാദ് ഹുസൈൻ. മിർസ ഇർഷാദ് ഹുസൈൻ അയാളുടെ ടൈപ്പിസ്റ്റ് ഓറിന്റെ മാനേജർ. പിന്നെ നമ്മൾ പരിചയപ്പെടുന്നതാണ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വരുന്ന ഒരു സയൻസ്ദാൻ. അയാൾ ആരാണ്? അയാളുടെ പേരാണ് കരീമുള്ള. करीमुल्ला एक साइंसदान है, कनाडा से आए हैं ജവഹർലാൽ നെഹ്റു के कहने पर, अपील पर. ഇനി അടുത്തതാണ് അവരുടെ ബീവി സാജിദ. ഇതിൽ കരീമുള്ള തന്റെ പേര് മാറ്റിയിട്ട് എന്താണ് പറയുന്നത്? റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ പറയുന്നത് പാരാം ഭരദ്വാജ്. ഇനി അടുത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ സാജിദ. സാജിദ പേര് മാറ്റിയത് എന്താണ്? സാവിത്രി എന്നാക്കുന്നു. അടുത്തത് പിന്നെ ഷക്കൂറ, ഇവരുടെ മുലാസിമാണ്, ഭൃത്യൻ, വേലക്കാരൻ. അതുപോലെ തന്നെ ഇവരുടെ ഒരു മകനാണ് ചോട്ടാസ് ലഡ്ക, ഒരു ചെറിയ ഒരു കുട്ടി. ഇത്രയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കഥാപാത്രങ്ങൾ. ഇത് കൂടാതെ ഇനി അടുത്തത്, അപ്പൊ ഒരു ഒന്നാമത്തെ സ്റ്റോറി കഴിഞ്ഞല്ലോ. ഇവര് കാനഡയിൽ നിന്ന് വരുന്നു, വീട് കിട്ടാൻ വേണ്ടി അന്വേഷിക്കുന്നു. ഒരു സ്ഥലത്തും ഇവർക്ക് ഇവരുടെ മതം, ഇവര് മുസ്ലിങ്ങളായതുകൊണ്ട് ആരും കംര കിരായ പ്രദേനയ്ക്ക് തയ്യാർ നഹീ ഹെ, വാടകക്കാരും കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ഈ ഒരു സ്റ്റോറി ഇവിടെ കഴിയണം, ഒന്നാമത്തെ സെഗ്മെന്റ്. അപ്പൊ ഇതില് പറഞ്ഞതും കേട്ടതും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മളുടെ മുമ്പിലേക്ക് രാംദയാൽ ആരാണ്, എന്താണ്, രാംദയാലിന്റെ മകൻ കമൽകാന്ത് എന്താണ്, അതുപോലെ മിർസ ഇർഷാദ് ഹുസൈനെ കുറിച്ചുകൊണ്ട്, കരീമുള്ളയെ കുറിച്ചുകൊണ്ട്, സാജിദയെ കുറിച്ചുകൊണ്ട് ഒക്കെയുള്ള ചെറിയൊരു പിക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് നോക്കുന്നത് അടുത്ത സെഗ്മെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതിന് ഇവരങ്ങനെ മിർസ ഇർഷാദ് ഹുസൈൻ കരീമുള്ളക്ക് അവർക്ക് താമസിക്കാൻ ഫ്ലാറ്റ് കിട്ടൂല എന്ന് കണ്ടപ്പോൾ അവരങ്ങനെ പോവുകയാണ് അവിടുന്ന്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഇവരൊക്കെ പോയി. അതിനുശേഷം കമൽകാന്ത് അച്ഛനുമായി ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാതിരുന്നൊക്കെ ചോദിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി എന്ത് ചെയ്യാൻ അടുത്ത സീനിലേക്ക് പോവാണ്. ഇതിന് പെഷാവരി ഹിന്ദു പഠാൻ, ഇതിനിടയ്ക്ക് ഒരു പെഷാവരി എന്ന് പറഞ്ഞാൽ പെഷാവർക്കാരനായിട്ടുള്ള, പെഷാവർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലാണ്, പെഷാവരി ഹിന്ദു പഠാൻ, ഒരു ഹിന്ദു പഠാൻ. മാ അപ്പനി ബീവി, മാ എന്ന് പറഞ്ഞാൽ കൂടെ, ഉनके साथ अपनी उनकी बीवी भी है. और സിന്ധി ദല്ലാൾ ലച്ചു, ഒരു സിന്ധിക്കാരനായിട്ടുള്ള ഒരു ദല്ലാൾ, ഒരു ലച്ചു കൂടി അദ്ദേഹത്തിന്റെ കൂടെ കംരേ മേ ദാഖിൽ ഹോത്തെ ഹെ, അങ്ങനെ ആ റൂമിലേക്ക് കയറി വരികയാണ്. പഠാൻ ने सफेद लट्टे की शलवार पर कमीज पहन रखी है. ഇവിടെ ഇനി ആ ഒരു പഠാൻ, അവരുടെ ഒരു വേഷവിധാനങ്ങളെ ഒന്ന് ചിത്രീകരിക്കുകയാണ്. എങ്ങനെയുള്ളതാണ് അവരുടെ ആ ഒരു രൂപം, ഭാവമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പഠാനെ സഫേദ് ലട്ടേക്ക് ഷൽവാർ, അയാൾ നല്ല വെളുത്ത ഷൽവാറാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. അവര് ഷൽവാർ पर സഫേദ് കമീസ് പഹൻ രഖി ഹെ, അതുപോലെ തന്നെ സഫേദ് വെളുത്ത അവന് ഷൽവാർ കമീസ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് उसके ऊपर एक कोट डांड रखा है. അതിന് മുകളിലായിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്തിട്ട് ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കോട്ട് ഡാൻഡ് രഖാ മീൻസ് ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. ഓർ ടൈ ലഖാ രഖി ഹെ, അതുപോലെ തന്നെ ടൈയും കെട്ടിയിട്ടുണ്ട് ഇയാള്. മൂഞ്ചോക്ക് ബൽ ദേത്തെ ഹുയി, മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശ, മൂഞ്ചോക്ക് ബൽ ദേത്തെ ഹുയി, ബൽ ദേത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ദിയെ ഹുയി ഹെ. പാവ് മേ പെഷാവരി ചപ്പൽ ഹെ, ഇയാളുടെ ചെരുപ്പ് എന്താണ്? പെഷാവരി ചപ്പൽ, നല്ല ക്വാളിറ്റി ഉള്ള പെഷാവറിലെ സ്പെഷ്യൽ ചപ്പലാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. സർ പർ ലുങ്കി ഓ കുലാഹ്, തലയിലൊരു ലുങ്കി, ലുങ്കിയാണ് തലയിൽ കെട്ടൊക്കെ ഉണ്ട്, അല്ല ആ ഒരു ഇതിൽ തന്നെയാണ് ലുങ്കി ഓർ കുലാഹ്. അതുപോലെ തന്നെ എന്താണ്? ഹാത്ത് പർ സോനെ കി സഞ്ചീർ, കയ്യിൽ
സ്വർണത്തിന്റെ ചെയിൻ ഉണ്ട് പറഞ്ഞാൽ ആ ചെയിൻ ജഞ്ചീർ ചെയിൻ ഇട്ടിട്ടുണ്ട്. और सोने की घड़ी നല്ല സ്വർണ്ണ വാച്ചും. और उंगलियों में सोने की अंगूठियां വിരലുകളിലൊക്കെ സ്വർണത്തിന്റെ മോതിരം. പഹനെ ഹുയെ ഹെ ഇതൊക്കെ ഇട്ടിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഉസ്കി ബീവി അതേ ഉമ്രക്കി ഹെ അദ്ദേഹത്തിന്റെ ബീവി അതേ എന്ന് പറഞ്ഞാൽ മധ്യവയസ്ക. മധ്യവയസ്ക എന്ന് പറഞ്ഞാൽ ഏകദേശം 50-45 ആ ഒരു പ്രായമുള്ളതാണ് മധ്യവയസ്ക എന്ന് പറയുന്നത്. അതേ ഉമ്രക്കി ഹെ മഗർ ഷൂഖ് രംഗ് मगर शूख रंग की शलवार कमीज दुपट्टे के साथ सारा फैशन और मेकअप किए हुए है. ഇങ്ങനെ 45-50 വയസ്സായിട്ടുണ്ടെങ്കിലും ഷൂഖ് രംഗ് और की ഷൂഖ് രംഗ് की शलवार कमीज दुपट्टे के साथ എന്നുവെച്ചാല് ഷൽവാർ കമീസ് ദുപ്പട്ട എന്ന ഷാള് ഇതെല്ലാം എന്താണ് ഷൂഖ് രംഗിക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് ധരിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നിറമുള്ളത് എന്ന് വെച്ചാൽ ഷൂഖ് എന്താണ് നമ്മൾ കുത്തുന്ന അറിയില്ലേ എന്ന് വെച്ചാൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. സാര ഫാഷൻ ഓർ മേക്കപ്പ് കിയെ ഹുയെ ഹെ ഫാഷനും മേക്കപ്പും എല്ലാം ഉള്ള ആളാണ് ആര് ഈ പഠാന്റെ ഭാര്യ. അങ്ങനെ दोनों इस कामिल एतमाद से गुफ्तगू करते हुए कमरे में दाखिल होते हैं जैसे अपने घर के किसी कमरे में दाखिल हो रहे हैं. दोनों ये രണ്ട് പേരും ഉദ്ദേശിച്ച് ആരെ हिंदी पठान और उनकी बीवी ये दोनों कामिल एतमाद के साथ एतमाद ആത്മവിശ്വാസം കാമിൽ എന്ന് പറഞ്ഞാൽ ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി അവര് ഗുഫ്തഗു करते हुए സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ അവര് കംറേ മേ ദാഖിൽ ഹോത്തെ ഹെ ആ റൂമിലേക്ക് കടന്നു വരികയാണ്. ജയ്സെ ഇതുപോലെയാണ് അപ്നെ ഘർ കെ കിസി കംറേ മേ ദാഖിൽ ഹോ രഹേ ഹെ തന്റെ വീട്ടിലെ ഏതോ ഒരു റൂമിലേക്ക് പ്രവേശിക്കും പോലെ ദാഖിൽ ഹോ രഹേ ഹെ और अंदर आकर किसी की तरफ मुतवज्जह हुए बगैर എന്നിട്ട് अंदर आकर किसी की तरफ मुतवज्जह हुए बगैर ആരുടെ അടുത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ഇയാൾ എന്ത് ചെയ്യണേ കുർസിയാൻ ഖിസ്സെടുക്കർ അങ്ങൊന്നും നോക്കാതെ കുർസിയാൻ ഖിസ്സെടുക്കർ കുർസി കസേര വലിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യണേ एक दूसरे के सामने बैठ जाते हैं പരസ്പരം മുഖാമുഖമായിട്ട് ഇവരെന്ത് ചെയ്യാണ് വന്ന് ഇരിക്കുകയാണ് ആരെ പഠാനും അയാളുടെ ബീവിയും. और अपनी गुफ्तगू जारी रखते हैं അവർ അവരുടെ സംസാരവും എന്ത് ചെയ്യാണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. उनके पीछे पीछे ലച്ചു ആക്കർ കടാ ഹോ ജാതാ ഹെ അവരുടെ പിന്നിലായിട്ട് ആരും നമ്മളുടെ ലച്ചു സിന്ധി ദല്ലാളായിട്ടുള്ള ലച്ചു ആക്കർ ഖടാ ഹോതാ ഹെ അങ്ങനെ അയാളും വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇവരെല്ലാവരും എവിടെ എത്തിയിട്ടുണ്ട് നമ്മളുടെ രാംദയാലിന്റെ ആ ഒരു ബിൽഡിങ്ങിന് എത്തിയിരിക്കുകയാണ് കമൽഗഞ്ചിൽ എത്തിയിരിക്കുകയാണ്. ലാല ആഫ്താബ് റോയ് പറയുന്നത് ബീവിയുടെ ഭാര്യയോട് പറയുന്നത് ഏക് ബാത് ഹെ ബാലു ഫ്ലാറ്റ് അച്ഛാ ഹെ സാത് വടേ വടേ കംറേ ഇവിടെ ഇവര് സിന്ധി ആണല്ലോ അപ്പൊ ഇവരുടെ ഭാഷയിൽ എന്തുണ്ടാവും സിന്ധി ഭാഷയുടെ സ്വാധീനം നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റും. ഇവര് ബടേ ബടേ എന്നുള്ളതിന് പകരം വടേ വടേ എന്നാണ് പറയുന്നത്. നോക്കാം അയാളുടെ ഭാര്യയോട് പറയുന്നത് ഏക് ബാത് ഹെ ഒരു കാര്യമുണ്ട് എന്താ ബാലു ഫ്ലാറ്റ് അച്ഛാ ഹെ ബാലു മീൻസ് അവരുടെ ആ ഒരു സ്ത്രീയെ ഇവര് വിളിക്കുക ഇയാൾ വിളിക്കുകയാണ് അയാളുടെ ഭാര്യയെ വിളിക്കുകയാണ് ഫ്ലാറ്റ് അച്ഛാ ഹെ ഫ്ലാറ്റ് കൊള്ളാട്ടം. സാത്ത് വടേ വടേ കംറേ ബടേ ബടേ എന്ന് പറഞ്ഞാൽ വടേ വടേ എന്ന് പറഞ്ഞത് 7 വലിയ വലിയ റൂമുകൾ. ബീവി पर कपड़े दून दीने जगह ही नहीं दून दീൻ എന്ന് പറഞ്ഞാല് ധോനെ കെ ലിയെ സിന്ധിയിലായതുകൊണ്ടാണ്. പക്ഷെ എന്തില്ല കപ്പടെ ധൂൻ ദി കേന്നെ ജഗ നഹി ഹെ എന്താണ് ഇവിടെ ഡ്രസ് അലക്കാനുള്ള സൗകര്യം അതിനുള്ള സ്ഥലമില്ല എന്ന്. ആഫ്താബ് റോയ് അന്നേരം പറയാണ് ഓച്ചഡ് कपड़े दो नून हॉल कमरा देखा कितना बड़ा हॉल है इसमें तो रंडी का मजरा भी हो सकता है. कपड़े धो नून ഒന്ന് പോയാണെന്നറിയില്ല നമ്മളെ അതുപോലെ കപ്പടെ ധോ നൂൻ ഡ്രസ് അലക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട്. പിന്നെ ഹാൾ കമര ദേക്കാം ആ ഹാളും കമരയൊക്കെ കണ്ടോ കിतना बड़ा हॉल है എത്ര വലിയതാണ്. इसमें तो रंडी का मसला भी हो सकता है ഇത് എന്താണ് സിനിമാറ്റിക് ഡാൻസ് വരെ നടക്കും അത്രയും നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് ഇത്. ഇത് പറയണേ ബീവി
तीनों ने रंडी दे मजरे दी पट्टी दंदी ये पहली गिरदी पहली घर दी गुलकर എന്നിട്ട് ഭാര്യ പറയുന്നത് തീനോന് മൂന്ന് പേരും രണ്ട് ഇതേ മജറതി പട്ടി ദിന്തി ഇതൊക്കെ സിന്ധിയിലുള്ളതാണ്. ഓ മൂന്ന് സിനിമാറ്റിക് ഡാൻസ് മറ്റു ഡാൻസ് ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിച്ചുകൊടുക്കാണ്. ആദ്യം എന്ത് അതൊക്കെ പിന്നല്ലേ എന്താ ആദ്യം പഹലെ ഘർ ദി ഗുൽക്കർ ഗൽക്കർ ആദ്യം എന്താണ് വീടിന്റെ കാര്യം ഒന്ന് സംസാരിച്ചു നോക്ക്. ഖുൽക്കർ പഹലെ ഘർ കി ബാത് കരോ എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ആഫ്താബ് ഭായ് പറയുന്നത് ठीक है അവേ ലച്ചു അവേ എന്നുള്ളത് അബേ എന്നുള്ളതിനാണ് അല്ലെങ്കിൽ എ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. ठीक है ശരി. അവേ ലച്ചു ഓ ലച്ചു ഘർ കി ബാത് കർ നീ പോയിട്ട് എന്ത് ചെയ്യാ വീടിന്റെ കാര്യം സംസാരിക്കേ. രാംദയാൽ സെ മുഖാത്തബ് ഹോക്കർ എന്നിട്ട് ഇയാള് രാംദയാൽ അടുത്ത് തിരിഞ്ഞു നോക്കിട്ട് അവേ ബുഡ്ഡേ ഘർ കാ മാലിക് കിധർ ഹൈ ഉസ്കോ ബുലാ കെ ലാ. എന്നിട്ട് രാംദയാലിന് അറിയില്ലല്ലോ ഇയാളെ. രാംദയാലിന് ഈ ആഫ്താബ് റോയ്ക്ക് അറിയില്ല. ഇയാള് രാംദയാലിനെ കണ്ടപ്പോൾ വിചാരിച്ചെന്താണ് അവിടുത്തെ ഒരു വേലക്കാരനാണ് എന്നുള്ളതാണ്. രാംദയാലോട് പറയുന്നത് മുഖാത്തബ് ഹോക്കർ അഡ്രസ് ചെയ്തോട് പറയുന്നത് ഓ ബുഡ്ഡേ അവേ ബുഡ്ഡേ ഏ ബുഡ്ഡ ഏ വയസ്സ എന്താണ് ഘർ കാ മാലിക് കിധർ ഹൈ എവിടെ നമ്മളെ വീടിന്റെ മാലിക് എന്ന് എവിടെ നമ്മളെ വീടിന്റെ ഉടമ എന്ന്. ഉസ്കോ ബുലാക്കല്ല അയാളൊന്ന് വിളിച്ചെടുക്കേണ്ടവര്. അപ്പൊ ലച്ചു പറഞ്ഞു കൊടുക്കണത് ജൽദി സെ പെട്ടെന്ന് സേഠ്ജി വടി യഹി ഘർ കെ മാലിക് ഹേ. എന്നിട്ട് ഇയാളോട് പറഞ്ഞിട്ടാണ് സേഠ്ജി ബഹുമാനത്തോടു കൂടി പറയണത് വടി യഹി ഘർ കെ മാലിക് ഹേ വടി യഹി ഘർ കെ മാലിക് ഹേ. ഇയാള് തന്നെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ വലിയ ഉടമ. ഉദ്ദേശിച്ചാല് ഇയാളുടേതാണ് ഈ ബിൽഡിംഗ്. സേഠ് രാംദയാൽ ഇയാളുടെ പേരെന്താണ് സേഠ് രാംദയാൽ എന്നാണ്. നയി സടക് പർ ഇൻകി 8 ബിൽഡിംഗ് ഹേ. ഇയാളൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാണ്. നയി സടക് പർ നമ്മുടെ ആ പുതിയ ന്യൂ റോഡില് ഇയാൾക്ക് എന്തുണ്ട് എനിക്ക് 8 ബിൽഡിംഗ് ഹേ. ഇയാൾക്ക് 8 ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ടെന്ന്. പഠാൻ ജോർ സെ ഹാത്ത് മിലാത്ത ഹെ. പഠാൻ എന്ന് പറഞ്ഞാൽ നല്ല ശരീരപ്രകൃതമുള്ള ആൾക്കാരാണ്. അപ്പോ എന്ന് വെച്ചാല് ഇയാൾ എന്ത് ചെയ്യാണ് ജോർ സെ ഹാത്ത് മിലാത്ത നല്ല സ്ട്രോങ് ആയിട്ട് കൈ കൊടുക്കണം എന്ന് വെച്ചാൽ. അപ്പൊ സേഠ് രാംദയാൽക്ക് ചെഹരെ പർ ഇത് കണ്ടപ്പം രാംദയാലിന്റെ മുഖത്തൊക്കെ ആകെ എന്താണ് ഷായദ് കർബ് കെ ആസാർ നമൂദാർ ഹെ. കർബ് എന്ന് പറഞ്ഞ വേദന കെ ആസാർ നമൂദാർ ഹെ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനല്ലേ. ഇയാള് കൈ കൊടുക്കുമ്പോ എന്ത് ചെയ്യാണ് രാംദയാലിന്റെ കൈയൊക്കെ ആകെ വേദനിക്കും പോലെ തോന്നാണ് ആരും നമുക്ക് അയാളുടെ മുഖം കണ്ടാൽ. ലച്ചു ഇഷാരേസെ അങ്ങനെ നമ്മളെ ലച്ചു അയാള് ആംഗ്യം കൊണ്ട് സൂചന കൊണ്ട് കാണിക്കണത് രാംദയാൽക്കോ അപ്പനെ പാസ് ബുലാത്താ ഹെ. രാംദയാലിനെ മെല്ലെ അടുത്തേക്ക് കൊണ്ട് വിളിക്കുകയാണ് ലച്ചു. എന്നിട്ട് വോ ഉഠ്കർ ഉസ്കെ പാസ് ജാതാ ഹെ. രാംദയാല് മെല്ലെ ലച്ചുവിനെ എടുത്തിട്ട് പോകുന്നു. ദോനോ അലഗ് ഹോക്കർ ബാത്തേ കർത്തേ. ഇങ്ങനെ രണ്ടുപേരും ലച്ചുവും അതുപോലെ തന്നെ രാംദയാലും വേറൊരു സംസാരിക്കുന്നത്. എന്നിട്ട് ലച്ചു പറയണത് ഇൻകോ ആപ്കാ സബ്സെ ഊപ്പർ കാ ഫ്ലൈറ്റ് പസന്ത് ആയാ ഹെ. ഇയാൾക്ക് ആര് നമ്മുടെ ആഫ്താബ് റോയ്ക്ക് ഇൻകോ ആപ്കാ സബ്സെ ഊപ്പർ കാ ഫ്ലൈറ്റ് പസന്ത് ആയാ ഹെ. നിങ്ങളുടെ ഏറ്റവും മുകളിലത്തെ ഫ്ലൈറ്റ് ആണ് ഇഷ്ടമായത്. 7 കമറോം വാല ആ 7 റൂമുകളുള്ള ഈ സേഠ് 12,000 പകടി ദേങ്കെ. ഇയാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 12,000 12,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും പകടി ദേങ്കെ. ഇയാള് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഓർ 1200 ബാഡ ബി. അതുപോലെ തന്നെ 1200 രൂപ വാടകയും വാടക കിരായ ബി ദേങ്കെ. ജൽദി സെ എഗ്രിമെന്റ് ടൈപ്പ് കരോ സായിൻ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യാ ഇയാളുടെ എഗ്രിമെന്റ് ടൈപ്പ് ചെയ്തുകൂടി സൈൻ ചെയ്തുകൂടി എന്ന് ഒപ്പിട്ടുകൂടി എന്ന്. അപ്പനെ അഭി 2 മഹീനെ കമ്മീഷൻ ഖരാ ഹോത്താ ഹെ. ഈ വീട് എടുത്തു കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും 2 മഹീനെ കമ്മീഷൻ 2 മാസത്തെ പൈസ എനിക്ക് കമ്മീഷൻ ആയിട്ട് കിട്ടും. 2400 റുപ്പിയെ. എത്ര 2400 റുപ്പിയെ 2400 രൂപ എനിക്ക് കിട്ടുന്നു. വടി തുറത്ത് ടൈപ്പ് ഒരു എഗ്രിമെന്റ്. നല്ല ധൃതിയിൽ പെട്ടെന്ന് തന്നെ ധൃതിയിൽ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്തോടെ എഗ്രിമെന്റ് ഒക്കെയാണ്. രാംദയാൽ ഇത് കേട്ട് മഗർ ഈ സേട്ട് ഹേ കോൽ. ഈ സേട്ട് ആരാണ്
ലച്ചു അന്നേരം പറഞ്ഞു ഈ ബഹുത് ബഡാ സേട്ട് ഹൈ, ഇയാള് ഭയങ്കര വലിയ സേട്ടുമാണ്. എന്താണ്? ദരിയാഗഞ്ച് മേ ഇൻകാ നീലം റെസ്റ്റോറന്റ് ഹെ. ദരിയാഗഞ്ചില്, ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ദരിയാഗഞ്ച്. അവിടെ ഇയാൾക്ക് എന്തുണ്ട്? നീലം റെസ്റ്റോറന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലി റോഡ് പെർ നീലം റെസ്റ്റോറന്റ് ഹെ. ആസിഫ് അലി റോഡ്, അതും അവരുടെ ടൗൺ ആണ്. അവിടെയും ഇയാൾക്ക് എന്തുണ്ട്? നീലം റെസ്റ്റോറന്റ് ഉണ്ട്. കരോലി ബാഗ്, അവിടെയും ഇയാൾക്ക് എന്തുണ്ട്? നീലം റെസ്റ്റോറന്റ് ഹെ. നീലം റെസ്റ്റോറന്റ് ഉണ്ട്. രാംദേവ് പറയണേ ബസ് ബസ് കാഫി ഹെ സറാ രുക് കർ ഹിന്ദു ഹെ. എന്നിട്ട് ഞാൻ ആക്ക് നിർത്തിക്കേ. എന്നിട്ട് പറയണത് ഹിന്ദു ഹെ, ഹിന്ദു ആണോ? ലച്ചു ഹാ ഹാ സായി ഏകദം ഹിന്ദു ഹെ. എന്താ സംശയത്രേ? ഇയാളെ ഏകദം ഹിന്ദു ഹെ, തീർത്ത് ഇയാളെ ഹിന്ദു ആണ്. ഹം കിസി ഏരെ ഗേരെ കോ തുമാരെ പാസ് ലായെങ്ക. ഇയാൾ ചോദിക്കണേ ഹം കിസി ഏരെ ഗേരെ കോ, നമ്മളെന്താണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യില്ല, തുമാരെ പാസ് ലായെങ്ക അല്ലെ നമ്മൾ ഇവിടുത്തത് ലായെങ്ക എന്നുള്ള വേണ്ടത്. പക്ഷെ ഇതില് സിന്ധിയിലെ ചുവയാണ്, സ്വാധീനമാണ്. നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യില്ല, കൊണ്ടുവരില്ല. യഖീൻ നഹീ ഹോ തോ ഖുദ് പൂച്ച് ലോ, നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ സ്വയം ചോദിച്ചു നോക്കി. ലച്ചു और रामदयाल पलटकर हिंदू पठान और उसकी बीवी की तरफ निगाह डालते हैं. അങ്ങനെ രാംദയാലും ലച്ചും വെവ്വേറെ എന്ത് ചെയ്യാണ്? ഇവരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ പലടുക്കർ ഹിന്ദു പഠാൻ ഓർ ഉസ്കി ബീവി की तरफ निगाह डालते हैं. അങ്ങനെ ഇയാള് രാംദയാൽ എന്ത് ചെയ്യാണ്? ഈ ഹിന്ദു പഠാനെയും അയാളുടെ ഭാര്യയെയും पर निगाह डालते हैं, അവരെ നോക്കാണ്. പണ്ഡിറ്റ് രാംദയാൽ ലക്കടി കെ തഖ്ത് पर बैठ जाता है. പണ്ഡിറ്റ് രാംദയാല് ആ ഒരു മരത്തിന്റെ സീറ്റ് ഉണ്ടല്ലോ അവിടെ, അതിൽ വന്നിട്ട് ഇയാൾ ഇരിക്കുകയാണ്. पंडित पठान और उसकी बीवी आपस में जोर जोर से बातें कर रहे हैं. പഠാനും അയാളുടെ ബീവിയാണെന്നുണ്ടെങ്കിലോ പരസ്പരം जोर जोर से ഉച്ചത്തിൽ അവർ എന്ത് ചെയ്യാണ്? സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആഫ്താബ് റോയ് തൂ നഹീ സമജ്തി, അതൊന്നും ഈ എന്ത് ചെയ്യില്ല, മനസ്സിലാക്കുന്നില്ല. ബാലു മകാൻ ബഹുത് അച്ഛാ ഹെ, ആ സിന്ധിയുടെ അച്ഛാ ഹെ എന്നാണ്. ബാലു മകാൻ ബഹുത് അച്ഛാ ഹെ, ഗുഡ് ഹെ, ഏകദം ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ, നമ്പർ 1. മേ മകാൻ ലുവാങ്ക തോ യഹി ലുവാങ്ക. ലൂങ്ക എന്ന് പറയുന്നത് ലുവാങ്ക എന്നുള്ളത്. മേ മകാൻ ലൂങ്ക തോ, ഞാൻ വീട് എടുക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? യഹി ലൂങ്ക, ഇതേ ഞാൻ എടുക്കുള്ളൂ. ജരൂർ ലുവാങ്ക, ജരൂർ എന്ന് പറഞ്ഞാൽ ജരൂർ എന്നുള്ളതാണ്. ലുവാങ്ക മീൻസ് ലൂങ്ക. ഇതാണ് ആഫ്താബ് റോയ് പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ഓരത്ത് പറയണത് മകാൻ തോ അച്ഛാ ഹെ, വീടിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല, വളരെ നല്ലതാണ്. പാർ കപ്പടെ ദൂൻ ഹി ധാൻ ഹി നഹി, ഇവിടെ ഡ്രസ്സ് അലക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ എന്ന്. അങ്ങനെ ആഫ്താബ് റോയ് പറയണം ഓച്ചട് കപ്പടെ ധോൻ നോൻ തൂനെ ക്യാ ധോബി ഘാട്ട് ഹോനാ ഹൈ യഹാ. അല്ല ഓച്ചട് കപ്പടെ ധോന്, ഒന്ന് പോയാണെന്ന് ഈ ഇവിടെ ഈ ഒരു ഡ്രസ്സ് അലക്കുന്ന കാര്യം തന്നെ. തൂനേക്കാ അല്ല നീ എന്താ അങ്ങനെ, ധോബി ഘാട്ട് ഹോനാ ഹൈ യഹാ, നിനക്കെന്താ നമ്മുടെ ഈ അലക്ക് കേന്ദ്രം തുടങ്ങിയുള്ള വല്ല പരിപാടി ഇല്ലോ? രാംദയാൽ മഹാഷേ. അപ്പൊ ഇതിങ്ങനെ കേട്ട് ആ സമയത്ത് രാംദയാൽ ഇയാളുടെ ആഫ്താബ് റോയിയോട് ചോദിക്കാണ്, മഹാഷേ ആപ്ക ശുഭനാം, അല്ല മഹാഷേ നിങ്ങളുടെ ശുഭനാമം, നിങ്ങളുടെ വാട്ട് ഇസ് യുവർ ഗുഡ് നെയിം. മഹാഷ എന്നുള്ള ഇയാൾ എന്ത് ചെയ്യാണ്? ഒരു റെസ്പെക്റ്റോട് കൂടി പറഞ്ഞൊരു വാക്കായിരുന്നു രാംദയാല്. ഇത് കേട്ടപ്പോ നമ്മള് ആഫ്താബ് റോയ് പറയണേ, ദേഖോ ജി ഹംകോ മഹാഷെ മത് കഹോ, നീ നമ്മളെ മഹാഷെ എന്ന് വിളിക്കരുത് കേട്ടോ. എന്താ? ഹമാരെ പെഷാവർ മേ, ഞങ്ങളുടെ പെഷാവറിലുണ്ടല്ലോ ഏക് ഹി മഹാഷേ, വലിയ ഒരു മഹാഷ ഉണ്ടായിരുന്നത്, മഹാഷേ കുട്ടിയാരാം. അയാളെ പേരാണെന്ത്? മഹാഷേ കുട്ടിയാരാം. ഓർ വോ ചുൽഹെ ബേസ്താ ഥാ, അയാൾ എന്താ ചെയ്തിരുന്നത്? ചുൽഹെ ബേസ്താ ഥാ, അടുപ്പുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു ഇയാള്. ഹമാരെ പെഷാവർ മേ, നമ്മുടെ പെഷാവറിലുണ്ടല്ലോ മഹാഷേ മഹാഷ ചുല്ലെ ബേസിനെ വാരൊക്കെ, മഹാഷ എന്നും മഹാഷ എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? ചുല്ലെ ബേസിനെ വാര, ഈ അടുപ്പ് ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരെ നമ്മൾ മഹാഷ എന്ന് വിളിക്കാറില്ല നമ്മളെ പെഷാവറില്. മുജ്കോ മഹാഷ മത് കഹോ, എന്നെ വിളിക്കരുത് കേട്ടോ. വർണ്ണ ഹം തുമാരി ജഹസ്തി തഹസ്തി പയർദേഗ,
ഞാൻ എന്ത് ചെയ്യും, എല്ലും തോലാക്കി വിടും, അല്ലെങ്കിൽ ഞാൻ ഒരു പരുവത്തിലാക്കി വിടുട്ടോ എന്ന് പറയുന്ന ഇയാള്. രാംദയാൽ ലച്ചു സെ ഈ കിസ് ബാത് പർ ഖഫാ ഹോ രഹി, ലച്ചുവിനോട് ചോദിക്കാണ് രാംദയാൽ, ഈ കിസ് ബാത് പർ ഖഫാ ഹോ രഹി, ഇയാൾ എന്തിനാ അത്ര ദേഷ്യം പിടിക്കുന്നത്? ലച്ചു പറഞ്ഞു കൊടുക്കണേ, പഠാൻ സൈഡ് സെ ആപ്ക നാം പൂച്ച് രഹേ ഹെ, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുകയാണ് ഇയാളെന്ന്. അപ്പോ പറഞ്ഞു കൊടുക്കാണ് എന്ത്, ആഫ്താബ് റോയ്, മേരാ നാം ആഫ്താബ് റോയ് ഹെ, മലിക് ആഫ്താബ് റോയ്, ये मेरी बीवी है इकबाल देई, उनका नाम है. ഇയാൾ പരിചയപ്പെടുത്തുന്നത് മേരാ നാം ആഫ്താബ് റോയ്, എന്റെ പേര് ആഫ്താബ് റോയ് എന്നാണ്. മലിക് ആഫ്താബ് റോയ്, മലിക് ആഫ്താബ് റോയ് എന്നാണ് എന്റെ പേര്. ഈ മേരി ബീവി ഹെ, കണ്ടില്ലേ എന്റെ ഭാര്യയാണ്, അവളുടെ പേരെന്താണ്, ഇക്ബാൽ ദേയി, ഉൻകാ നാം ഹെ, അവളുടെ പേര് ഇക്ബാൽ ദേവി എന്നാണ്. ഓർ പൂച്ചോ ക്യാ പൂछते हो, എനിക്ക് എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചോ. രാംദയാൽ മലിക് ആഫ്താബ് ഇക്ബാൽ, आप लोग हिंदू है, हिंदू हो, അല്ല നിങ്ങളെന്താ ഹിന്ദു ആണോ? ആഫ്താബ് റോയ് हाँ 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 बाबा, सर से पांव तक हिंदू है, 7 पुश्तों से हिंदू है. എന്താ हाँ हाँ തന്നെ ഞങ്ങള് അതിനെയാണ് ബാബ. സർ സെ പാവ് തക് ഹിന്ദു ഹെ, അടിമുടി എന്ന് വെച്ചാൽ തീർത്തും നമ്മൾ എന്താണ്, ഹിന്ദുക്കളാണ്. 7 പുഷ്തോ സെ ഹിന്ദു ഹെ, 7 തലമുറകളായിട്ട് ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ്. രാംദയാൽ മഗർ തുമാരാ ഡ്രസ് തോ പഠാനി ഹെ, പക്ഷെ നിങ്ങൾ ഡ്രസ് ഉണ്ട് നിങ്ങൾ പഠാനിയാണല്ലോ. ആഫ്താബ് റോയ് കേട്ട് പറയണേ, തോ പഠാൻ തോ ഹൈ കി അഹം, തോ പഠാൻ തോ ഹൈ ഹം, നമ്മൾ പഠാൻ തന്നെയാണ്, തീർച്ചയായിട്ടും നമ്മൾ പഠാൻ തന്നെയാണ്. उधर साढ़े पेशावर में, साढ़े में सारे, सारे पेशावर में सब पठान क्या, हिंदू क्या मुसलमान, सब यही ड्रेस पहनता. നമ്മൾ അവിടെ പെഷാവറിലെ എല്ലാ പഠാന്മാരും ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ, സബ് യഹി ഡ്രസ് പഹൻത, എല്ലാവരും ഇതേ ഡ്രസ് ധരിക്കാറുള്ളത്. മഗർ അം ഹിന്ദു ആവേ, ഹിന്ദു ആയേ എന്താണ്, പക്ഷെ ഞങ്ങളുണ്ടല്ലോ ഹിന്ദുക്കളാണ്, ഹിന്ദു ആയേ നമ്മൾ ഹിന്ദുക്കളാണ്. അം ജബ് തുമാരെ ഫ്ലാറ്റ് ലേഗാ തോ, നമ്മൾ അഥവാ നിങ്ങളുടെ ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഏക് കമരേമേ ഭഗവാൻ ജി കാ മന്ദിർ ബനായേഗ, നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു റൂം നമ്മള് അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പൂജാമുറി ആയിരിക്കും. ഭഗവാൻ ജി കാ മന്ദിർ, ഭഗവാന്റെ മന്ദിരായിരിക്കും ഉദ്ദേശിച്ച് പൂജാമുറിയായിട്ട് നമ്മളതിനെ മാറ്റും. ഇതാണ് നമ്മുടെ ആഫ്താബ് റോയ് പറയുന്നത്. നോക്കാം, രാംദേൽ പറയുന്നത്, ഖുഷ് ഹോക്കർ, ഭയങ്കര സന്തോഷായി. मंदिर बनाएगा, अरे क्षेत्र ഉണ്ടാക്കുന്നോ, ये तो बड़ी प्रसन्नता की बात होगी, ये നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. मिर्जा जी आजकल ऐसे धर्म करम वाले किराएदार कहाँ मिलते हैं, മിർസ ഇത്രയും നല്ല ആജ്കൽ ഇക്കാലത്ത് ഐസി ധർമ്മ കറം വാലെ, നല്ല മതബോധമുള്ള, മതത്തിനെ സ്നേഹിക്കുന്ന, ധർമ്മ കറം വാലെ, മതത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന കിരായദാർ കഹാ മിൽത്തെ ഹെ, എവിടെ നമുക്ക് ഇത്ര നല്ല കിരായദാർ വാടകക്കാരെ കിട്ടുക. മീർസാസെ, അങ്ങനെ മീർസയോട് പറയണത്, ജൽദി സെ ഇൻകെ എഗ്രിമെന്റ് ടൈപ്പ് കരോ, പെട്ടെന്ന് ഇയാൾ എഗ്രിമെന്റ് ടൈപ്പ് ചെയ്തോളൂ. മീർസ പറയണേ, ബഹുത് അച്ഛാ ഹുസൂർ ജി, അതെ ഞാൻ ചെയ്യാണ്, അതേ പ്രബോധനത്തിലാണ്. ആഫ്താബ് റോയ് കിതനെ കാ ചെക്ക് കാട്ടും, ഞാൻ എത്ര ചെക്കാണ് മുറിക്കേണ്ടത്, മീൻസ് എത്ര ചെക്കാണ് എഴുതണ്ടേ. രാംദിയാൽ कौन सा फ्लैट लेना है आपको, അല്ല നിങ്ങൾക്ക് ഏത് ഫ്ലാറ്റ് ആണ് വേണ്ടത്. ആഫ്താബ് റോയ് പറയണേ, വഹി സത് കമരെ വാല, സാത്ത് എന്നുള്ളത് സിന്ധിൽ സത്ത് പറയണത്, വഹി സത് കമരെ വാല, ആ 7 റൂമുള്ള. രാംദിയാൽ മഗർ ആപ് തോ സിർഫ് 2 മിയാ ബീവി ഹെ നാ, പക്ഷെ നിങ്ങളാകെ സിർഫ് 2 മിയാ ബീവി ഹെ നാ, നിങ്ങളാകെ ഒരു ഭാര്യയും എന്താണ് ഒരു ഭർത്താവ് മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. 7 കമരോं वाला फ्लैट लेकर क्या करेंगे, 7 റൂമുകളുള്ള ഫ്ലാറ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും. ആഫ്താബ് റോയ് മറുപടി കൊടുക്കണേ, ഷാബാഷ്, വെരി ഗുഡ്. തുമക്കോ കിസ്നെ കഹിയാ കെ ഹം 2 മിയാ ബീവി ഹെ, അല്ല തുമക്കോ കിസ്നെ കഹിയാ, എന്നോട് ആരാ പറഞ്ഞത് ഹം 2 മിയാ ബീവി ഹെ, ഞങ്ങൾ ആകെ 2 ഭാര്യയും എന്താണ് ഭർത്താവും തന്നെ ഉള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞത്, ഞങ്ങൾ 2 പേരുള്ളൂ എന്ന് ആരാ പറഞ്ഞത്. അജി മേരെ തോ 3 ബീവിയാ ഹെ, എനിക്ക് 3 ഭാര്യമാരുണ്ട്. ഓ 7 ബച്ചേ ഹെ,
7 മക്കളുണ്ട്. രാംജൽ പറഞ്ഞു ഗബ്രാക്കറെ. രാംജൽ ഇത് കേട്ടാകെ പേടിയാവുന്നു. തീൻ ബീവിയാ, 3 ഭാര്യമാരോ? ഹേ രാം. അല്ല രാം എന്ന് പറയണ ഇയാള്. ലച്ചു ജൽദി സെ, പെട്ടെന്ന് തന്നെ പണ്ഡിത് ജി ഉസ്കി 3 ബീവിയാ ഹെ. ലച്ചു തന്നെ കൊടുക്കണേ, പണ്ഡിത് ജി ഉസ്കി 3 ബീവിയാ ഹെ, അയാൾക്ക് 3 ഭാര്യമാരുണ്ട്. ആപ്കി തോ നഹി, നിങ്ങൾക്കുണ്ടാവൂല. ജിസ്കി 3 ബീവിയാ ഹെ വോ സംഭാലേഗ, അയാൾക്ക് 3 ഭാര്യമാരുണ്ട്, അത് അയാൾ നോക്കിക്കോളും. വോ സംഭാലേഗ. ആ ക്യോ ഗഷ് ഖാ രഹേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ ഒരു അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നത്? ക്യോ ഗഷ് ഖാ രഹേ. നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ബോധറാവേണ്ട കാര്യമില്ല, നിങ്ങൾ ചിന്തിക്കേണ്ട എല്ലാം. രാംദിയാൽ വ്യാകുലപ്പെടുക. ഗഷ്. രാംദിയാൽ ഹാ അച്ഛാ തും ठीक कहते हो मगर, അല്ല ഹാ അതെ, അച്ഛാ ശരി, തും ठीक कहते हो, നിങ്ങൾ സത്യം പറയുന്നേണോ? വഖഫ്, അങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കണം. മഗർ ക്യോം ജി ആപ് മാഷ് മച്ചി തോ നഹി ഖാത്തെ ഹെ, അല്ല നിങ്ങള് മാഷ് മച്ചി, മാഷ് എന്ന് പറഞ്ഞാൽ മാംസം, മാംസോ മച്ചി മീൻസ് മച്ചലി തോ നഹി ഖാത്തെ, നിങ്ങളെ മീൻ ഇറച്ചൊന്നും കഴിക്കൂലല്ലോ. ആഫ്താബ് റോയ് പറയണേ കോൻ കഹതാ ഹെ നഹി ഖാത്തെ ഹെ, ആര് പറഞ്ഞു നമ്മൾ കഴിക്കൂലെന്ന്? മാസ് മച്ചി മുർഗി സബ് ഖാത്തെ ഹെ, മാംസം അതുപോലെ മച്ഛലി മത്സ്യം, അവരെന്താണ് മുർഗി കോഴി എല്ലാം സബ് ഖാത്തെ, എല്ലാം എല്ലാം തിന്നു. ഹം തുമാരി തര നരക് ഭോഗനെ ഇസ് ദുനിയാ മേ നഹി ആയേ ഹെ, നിന്നെ പോലെ, ഹം തുമാരി തര, ഞങ്ങൾ നിന്നെ പോലെ നിങ്ങളെ പോലെ, നരക് ഭോഗനെ നരകം തിന്നാൻ, നരകം ഭുജിക്കാൻ, അല്ലെങ്കിൽ കഷ്ടം സഹിക്കാൻ, ദുനിയാ മേ നഹി ആയേ ഹെ, ഞങ്ങള് ഈ ലോകത്തേക്ക് ഒന്നവരല്ല. അങ്ങനെ എന്ന് വെച്ചാല് ഞങ്ങളെ ലൈഫ് അടിപൊളി, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. मैं रात को, ഇയാളെ പരിചയപ്പെടുത്തന്നെ, मैं रात को जब तक 2 तंदूरी मुर्गे नहीं न चबाओ मुझे नींद ही नहीं आती. രാത്രി ഉണ്ടല്ലോ 2 കോഴി ചുട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ, തന്തൂരി 2 മുർഗ തിന്നില്ലെങ്കിൽ, ഇന്ന ചബാലോ തിന്നില്ലാന്നുണ്ടെങ്കിൽ മുझे नींद ही नहीं आती, എനിക്ക് ഉറക്കം തന്നെ വരില്ലാന്ന്. और फिर तंदूरी मुर्गे के साथ विस्की की चुस्की, തന്തൂരിനെ കൂടെ പിന്നെ കുറച്ച് വിസ്കിയും, അപ്പോഴേ എനിക്ക് ഉറക്കം വരുള്ളൂ. രാംദയാൽ ഹായ് തും ശറാബ് ഭി പീത്തെ ഹോ, അല്ല നിങ്ങൾ കള്ളു കുടിക്കോ? ആഫ്താബ് റോയ് ഓർ ചുസ്കി കെ ബാദ് തോടി സെ ഖവാലി, അതിനുശേഷം കുറച്ച് വിസ്കിക്ക് ശേഷം കുറച്ച് ഖവാലിയും. ഖവാലി ഭി, ഖവാലി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എന്താണ് ഒരു സൂഫി സോങ് ആണ് ഖവാലി എന്ന് പറയുന്നത്. ഖവാലി ഭി ഖവാലിയും. ആഫ്താബ് റോയ് പറയണേ ഓർ കബി റണ്ടി കാ മസ്റബി, അത് കഴിഞ്ഞ് സിനിമയിൽ ഡാൻസ് ഉണ്ടാകും. രാംദയാൽ ഹായ് റണ്ടി കാ മസ്റബി, അല്ല ഡാൻസോ, അതും. ഹേ ഭഗവാൻ मैं क्या सुन रहा हूं, അല്ല ഭഗവാനെ ഞാൻ എന്തായി കേൾക്കുന്നത്? ലച്ചു ജൽദി സെ, ലച്ചുനോട് പറയണേ ലച്ചു ജൽദി സെ ലേ ജാओ ഇൻകോ ബിൽഡിംഗ് സെ ബാഹർ, ഇയാളെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഈ റൂമിൽ പുറത്തേക്ക് കൊണ്ടുപോയിക്കോ, പറഞ്ഞാ മേരാ ഹാർട്ട് ഫെയിൽ ഹോ ജായേഗ, ഇല്ലെങ്കിൽ എന്താവും, നിന്റെ ഹാർട്ടാക്കി എനിക്ക് അറ്റാക്ക് ആവുന്നു. ഓഫ് യേ മേരാ സർ ചക്രാ രഹാ ഹൈ, ഇതാകെ തല കറങ്ങുന്നത്. ലച്ചു കെ കാൻ മേ കുച്ച് കർദാ ഹൈ, അങ്ങനെ ലച്ചുവിന്റെ ചെവിയിൽ വന്നിട്ട് ഇയാൾ നല്ല എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാണ്. ഇത് കേട്ടതിന് ശേഷം ലച്ചു പട്ടാൻ സെ, ലച്ചു പട്ടാനോട് പറയണേ ചലോ സേഠ് യഹാ സെ ചലേ, സേഠ് ചലേ, നമ്മൾ ഇവിടുന്ന് പോവല്ലേ സേഠ് പറയണേ. അപ്പൊ അത് കേട്ട് ആഫ്താബ് റോയ് പറയണേ ക്യോ ചലേഗെ, നമ്മൾ എന്തിനു പോണം? ഹം തോ മകാനിലേക്ക് ജായെങ്കെ, നമ്മള് വീട് എടുത്തിട്ടേ പോകുള്ളൂ. ലച്ചു പറയണേ വോ മകാൻ ലഗിയ സേഠ്, ആ വീടാണെങ്കിൽ കൊടുത്തു പോയല്ലോ. आपके ऊपर मेरे आने से पहले ही अभी अभी लग गया, എന്നിട്ട് പറയണേ आपके आने, നിങ്ങൾ आपके ऊपर, നിങ്ങൾ വരുന്നതിന്റെ, മേരെ ആനെ സെ പഹലെ, നിങ്ങൾ വരുന്നതിന്, നിങ്ങൾ ഞാനൊക്കെ വരുന്നതിന്റെ, ആനെ സെ പഹലെ ഹി, നിങ്ങൾ ഞാനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, അബി അബി ലഗ്, ഇപ്പൊ അങ്ങോട്ട് കൊടുത്തു പോയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്.
ആഫ്താബ് റോയ് ഓ ഭായ് കഷ്ടം എന്ത് ചെയ്യും ഇക്ബാൽ ദേവി മുഫ്ത് ധീ കീച്ചൽ ഹുയി വെറുതെ വന്ന് കൊളായല്ലേ നമ്മളത് अपने शोहर से ഭർത്താവിന് പറയണേ ഉഠോ ദീ ഹുൻ ചലോ വാ വരി നമ്മൾ പോവാന്ന് എന്ന് പറയണേ. ഇത് കേട്ട് ആഫ്താബ് റോയ് അയാൾ എന്ത് ചെയ്യണേ ഉടുക്കാർ ചലത്തെ ഹുയെ അയാളിങ്ങനെ നടന്നുകൊണ്ട് മെല്ലെ പോവാണ്. ചലത്താഹും മഗർ ബാലു പക്ഷെ എന്നാലും ബാലു ഈ മകാൻ ബഹുത് ഹി അച്ഛാ താ ഈ വീടാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇക്ബാൽ ദേവ് ഇത് കേട്ട് പറയുന്നത് अच्छा तो है पर कपड़े धून थी थान ही नहीं പക്ഷെ ഡ്രസ് ഇറക്കാനുള്ള സ്ഥലമില്ലല്ലോ. ലച്ചു के साथ दोनों मियां बीवी बाहर चले जाते हैं. ലച്ചുവിന്റെ കൂടെ ഈ ഭർത്താവും ഭാര്യയും എന്ത് ചെയ്യാണ് പുറത്തേക്ക് പോവാണ്. कमल काम आप भी गसब करते हैं पिताजी ऐसा सेठ रोज रोज मिलता है जो 12,000 पगड़ी दे और 1200 रुपया किराया भी और 7 कमरे वाले फ्लैट में रहे. एक सेठ रोज ऐसा सेठ रोज नहीं मिलता है. मैंने പറഞ്ഞെടുക്കാണ് आप भी गसब करते हो पिताजी എന്താ അച്ഛാ നിങ്ങൾ ഇങ്ങനെ ऐसा सेठ रोज रोज मिलता है जो അല്ല ഇങ്ങനെയുള്ള സേട്ടുമാരെ എല്ലാ ദിവസവും കിട്ടുമോ जो 12,000 പകടി ദേഗ അയാള് 12,000 രൂപ അഡ്വാൻസ് തരും പിന്നെ 1200 കിരായ എന്താണ് 1200 1200 രൂപ വാടകയും തരും. ഓർ 7 കമരെ വാല ഫ്ലാറ്റ് മേ രഹേ അയാൾ എന്താണ് 7 റൂമുള്ള ഫ്ലാറ്റിൽ ഇയാള് താമസിച്ചോളും. ऐसा सेठ रोज रोज नहीं मिलता है. ഇത്രയും നല്ല സേട്ടുമാരെ പിന്നെ കിട്ടൂലട്ടോ വന്നു. രാംദേവൻ നേരം പറയണത് മഗർ തുന്നെ സുനാ നഹി വോ മാസ് മച്ചി അണ്ട സബ് ഖാത്തെ ഹെ. ഈ കേട്ടില്ല അയാൾ പറഞ്ഞത് അയാൾ എന്താണ് മാംസവും മച്ചി മീനും അണ്ട മുട്ട എല്ലാം ഇയാൾ എന്ത് ചെയ്യാറുണ്ട് കഴിക്കാറുണ്ട്. കമൽ കാന്ത് കേട്ട് പറയണേ ഇതർ ഫ്രണ്ടിയൊക്കെ ഇലാഖമേ സബ് ഖാത്തെ ഹെ. ആ ബോർഡർ ഏരിയയിൽ നിന്ന് എല്ലാരും കഴിക്കുന്നത്. ഇയാൾ പറയണത് രാംദേവൻ പറയണത് तो मैं किसी फ्रंटियर वाले को इस बिल्डिंग में जगह नहीं दूंगा. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല ആ ഫ്രണ്ടിയർ സൈഡിലുള്ള ഒരാൾക്കും ഞാൻ എന്ത് ചെയ്യില്ല ഈ റൂമില് സ്ഥലം കൊടുക്കൂലെന്ന്. കമൽ കാന്ത് സബ് കശ്മീരി ഖാത്തെ എല്ലാ കശ്മീരികളും കഴിക്കാറുണ്ട്. രാംദിയാൽ तो मैं किसी कश्मीरी को अपनी बिल्डिंग में रहने नहीं दूंगा. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കശ്മീരിക്ക് ഞാൻ കൊടുക്കൂല ബിൽഡിംഗ്. കമൽ കാന്ത് മച്ചലി तो हर रोज बंगाली हर रोज खाते हैं. മീൻ എല്ലാ ദിവസവും ബംഗാളികൾ കഴിക്കാറുണ്ട്. രാംദിയാൽ तो मैं किसी बंगाली को यहाँ घुसने नहीं दूंगा. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ബംഗാളിക്കുള്ള സ്ഥലം കൊടുക്കൂല. കമൽ കാന്ത് और मछली तो मद्रास में भी खाई जाती है. മച്ചലി എന്ന് പറഞ്ഞാൽ എന്താണ് മദ്രാസിൽ എല്ലാവരും കഴിക്കുന്നുണ്ട്. और മലയാളി लोग भी खूब मछली खाते हैं. മലയാളികളും അങ്ങനെയാണ് നന്നായി കഴിക്കുന്നത്. അപ്പൊ രാംദേവ് പറയണേ तो मैं किसी मद्रासी और मलयाली को भी नहीं रखूंगा. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല ഒരു മലയാളിക്കും മദ്രാസിക്കും ഒന്നും ഞാൻ കൊടുക്കാന് തയ്യാറാകൂല. ഇനി कमल कांद और पंजाबी लोग भी बहुत गोश्त खाते हैं. पंजाबिകൾ അങ്ങനെയാണ് ഇറച്ചി നന്നായി കഴിക്കുന്നവരാണെന്ന്. രാംദേവ് तो मैं किसी पंजाबी को എന്നിട്ട് ഇയാളെങ്കിൽ പറയണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പഞ്ചാബിക്കും ഇതിങ്ങനെ പറഞ്ഞ് നോക്കുമ്പോ കാണുന്ന ആരെയാണ് സർദാർജിനെയാണ്. ക്യാ ബാത് ഹൈ സർദാർ അല്ല സർദാർജി എന്ത് സംഭവിച്ചു എന്താ കാര്യം. ഇസ് മൗഖെ पर एक पंजाबी बड़ई अंदर आ जाता है. ആ സമയത്ത് ഒരു പഞ്ചാബികാരനായിരുന്ന ഒരു ബടയി ആശാരി അങ്ങോട്ട് അകത്തേക്ക് വരുന്നത്. ഹാത്ത് മേ ആറി ലിയേ ഹുയേ ഹെ കയ്യിലൊരു എന്തിന്റെ വാളുണ്ട്. യാ ബടയി ബടയിക്ക് കൊയ് ഓർ സാമാൻ അവരെന്ത് ചെയ്യാണ് ഇയാളുടെ അടുത്ത് ബടയിക്ക് ആശാരിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇയാളുടെ. അങ്ങനെ സർദാർ ബടയി ഇത് കേട്ട് നമ്മുടെ സർദാർ ബടയി ഉണ്ടല്ലോ ഈ സിഖുകാരനായിട്ടുള്ള ആശാരി ഓക്കെ ബാക്കി നാളെ എടുക്കാം.